ഇഞ്ചി മുട്ടായി ഇഞ്ചി മുട്ടായി. ചേട്ടാ എന്ത് ചേട്ടാ ഇത്ര കഷ്ടപ്പെട്ട് പൊരിവേലത്ത് ഇഞ്ചി മുട്ടായി വിറ്റോണ്ടിരിക്കുന്നത്? നീ ഇത് ചോദിക്കണം എത്ര വരെ വന്നത്? ഇല്ല, ഇഞ്ചി മുട്ടായി വാങ്ങാൻ തന്നെ വന്നത്. പിന്നെ നിങ്ങളെ കണ്ടപ്പം കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചു. ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചിട്ട് അവസാനം വിലയൊന്നും കുറച്ച് ചോദിക്കാൻ പാടില്ല. എത്ര രൂപയ്ക്ക് വേണം ചേട്ടാ? ഒരു 500 രൂപയ്ക്ക് ചേട്ടാ. 500 രൂപയ്ക്ക്? മൊത്തം 500 രൂപയ്ക്ക് ഉണ്ട്. എന്നാ നിങ്ങൾക്കൊരു സർപ്രൈസ്. ഈ 500 നിങ്ങൾക്ക്, ഈ ഇഞ്ചി മുട്ടായി നിങ്ങൾക്ക്. എന്താ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വെയിലത്ത് കിടന്ന് ജോലിയല്ലേ, എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു സഹായം. എന്ത് ചേട്ടാ അടിച്ചത്? പിന്നെ 500 രൂപ വന്നിട്ട് എന്റെ സമയം കളയുന്ന ഒരു സഹായം ചെയ്തല്ലേ? സഹായോ? എവറാ ക്യാമറ? ക്യാമറയാ? പിന്നെ എവിടാ അതിന് ചേരാൻ പറ. എന്തിനാ വിളിച്ചത് വീഡിയോ എടുത്ത്? അല്ല ചേട്ടാ എന്തെങ്കിലും പറയാന്ന് വിചാരിച്ചു. വഴക്ക് പറയാനാ? ഇവിടെ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമല്ലേ? ഇവിടെ ഇന്നലെയും കൂടി ഒരു 500 രൂപയ്ക്ക് വീഡിയോ എടുത്ത് രാവിലെ നോക്കിയപ്പോൾ 10 മില്യൺ വ്യൂസ്. ഞാനാണെങ്കിൽ കിടലായിട്ട് അഭിനയിച്ചും കൊടുത്തു. ഇതൊക്കെ എന്ത്? നിങ്ങൾ അത്ര രക്ഷപ്പെട്ടാൽ മതിയാ, ഞാൻ സെറ്റിൽ ആവേണ്ടി. ഈ ഒരു 500 കയറ്റി പറ, ഞാൻ കിടലായിട്ട് അഭിനയിച്ചു തരാം. തമിഴില് മണ്ണിലെ ഈറമുണ്ടെന്നൊരു പാട്ടുണ്ട്, അത് ഇട്ടാ മതി. അതാ ഞാൻ അവസാനം സെന്റിമെന്റ്സിൽ പോകുമ്പോ നിനക്കൊരു മോട്ടിവേഷൻ പറഞ്ഞ് തീർക്കാം. എടുക്കാട്ടെ. ചേട്ടാ ഈ വെയിലത്ത് കഷ്ടപ്പെട്ട് കിടന്ന് ജോലിയാണ്, എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയൊരു സഹായം. അപ്പൊ ഈ 500 എനിക്കാ. ക്യാമറ അങ്ങോട്ടാക്കി. കണക്ക് തന്നെ. ഒരുപാട് നന്ദി. ഒരുപാട് നന്ദിയുണ്ട്. സഞ്ചി നിറയെ ഇഞ്ചിയുമായി വന്ന കുഞ്ചുവണ്ണന്റെ ഇഞ്ചിക്കഥ ഇനിയും മൂഞ്ചാതിരിക്കട്ടെ. ശുഭദിനം.